തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. പ്രസവത്തിനെ തുടർന്ന് ആശുപത്രിയിൽ നിന്നും അണുബാധയേറ്റു മരിച്ചുവെന്നാണ് പരാതി. ശിവപ്രിയയുടെ കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ കുടുംബം പ്രതിഷേധിക്കുകയാണ്. ഡെലിവറി അത് കഴിഞ്ഞ് എന്തോ പനിയണക്ക് വന്ന് അങ്ങനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് എന്തോ ഇൻഫെക്ഷനാണ്, പെട്ടെന്ന് ICUലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു. അടുത്ത ദിവസമായപ്പോഴത്തേക്കും ICUലോട്ട് കൊണ്ടുപോയി പിന്നെ ചേച്ചിക്ക് ലങ്സിൽ എന്തോ ഇൻഫെക്ഷൻ കയറി എന്ന് പറഞ്ഞു. നീർക്കെട്ടുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബോഡിയിൽ ഓക്സിജൻ കുറഞ്ഞു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്ററിലോട്ട് ഇടണമെന്ന് പറഞ്ഞു. ഒരു 9 ദിവസം അടുപ്പിച്ച് വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ മെനിങ്ങാന്നായപ്പോൾ ടെക്കോസ്മി ചെയ്ത് ഡോക്ടർ പറഞ്ഞ് ഇതല്ലെങ്കിൽ അകത്ത് ഇൻഫെക്ഷൻ ആകും, അതുകൊണ്ട് ട്രെക്കോസ്മി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ട്രെക്കോസ്മി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചേച്ചി കണ്ണു തുറക്കുമായിരുന്നു. ട്രെക്കോസ്മി ചെയ്തതിനു ശേഷം ചേച്ചി കോൺഷ്യസ് ആയിട്ടില്ല, കണ്ണു തുറന്നിട്ടുമില്ല, ഒന്നും മിണ്ടിയിട്ടുമില്ല. അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഷീസ് പാസ്റ്റ്. ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അവരെന്തിനാണ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അത് നോക്കി അത് ചികിത്സിച്ചിട്ട് വിട്ടാൽ പോരെ, അല്ലാതെ ആ ഒരു ഇൻഫെക്ഷൻ ഇത്രയും വലുതാവൂലല്ലോ. അതുമല്ല, ഈ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ തന്നെ 4 ദിവസം എടുത്ത്. ഈ 4 ദിവസം കൊണ്ട് തന്നെ പേഷ്യൻ്റ് എവിടെയൊക്കെ പടരണോ അവിടെയൊക്കെ പടർന്നിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെയാണ് കുഴപ്പം. ഒരു റിപ്പോർട്ട് കിട്ടാൻ 4 ദിവസം, പിന്നെ വേറൊരു റിപ്പോർട്ടിന് എഴുതുന്നതിന് 35 ദിവസമാണ്. 35 ദിവസം അവൾ വെയിറ്റ് ചെയ്യുന്നില്ല, അതിനുമ്പോൾ തന്നെ അവൾ പോയി. ഇനി ആർക്ക് വേണം റിപ്പോർട്ട്? ഇനി 2 ദിവസം കഴിയുമ്പോൾ മടങ്ങിപ്പോയി എൻ്റെ പിറ്റേ ദിവസം ഇവിടുന്ന് പോയപ്പോഴേ ചെറിയ പനി ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് അവൾ പറഞ്ഞത്. അവർ കറക്റ്റാണ് നോക്കാതെ ഉള്ളൊന്നും പരിശോധിക്കാതെയാണ് വിട്ടതെന്ന് തോന്നുന്നത്. ഇത് വന്നിരിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അസിനറ്റോ ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഹോസ്പിറ്റൽ മുഖേന മാത്രം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ അത് ഓന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നായപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടത് സൈഡിൽ ഇടത് ലെൻസിൽ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിച്ചത്. വേസ്റ്റുകൾ വൃത്തിയാക്കാതെ സ്റ്റിച്ചിട്ട് വെച്ചാൽ ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഇരുന്നുകൊണ്ട് സ്റ്റിച്ച് പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിതിനെക്കുറിച്ച് ക്ലിയർ അറിയില്ലല്ലേ. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ ഇന്നൊരു കാര്യം പറഞ്ഞെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പറയും. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SAT ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, പ്രസവത്തിന് പിന്നാലെയാണ് ശിവപ്രിയയുടെ മരണമുണ്ടായിട്ടുള്ളത്. അണുബാധയെന്ന് പറയുന്നു. അത് നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്? ദിവ്യ, തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവാനന്തരം തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായിട്ടുള്ള ശിവപ്രിയ മരിച്ച സംഭവത്തിൽ SAT ആശുപത്രിക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ശിവപ്രിയയുടെ കുടുംബവും നാട്ടുകാരും ഉന്നയിക്കുന്നത്. ഇതിന്റെ ഒരു തുടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് 26 വയസ്സുള്ള ശിവപ്രിയ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതിന് പിന്നാലെ 2 ദിവസം ആശുപത്രിയിൽ തുടർന്നു. മൂന്നാം ദിവസം വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. വീട്ടിലേക്ക് മടങ്ങിപ്പോയതിന് പിന്നാലെ ശിവപ്രിയയ്ക്ക് ചെറിയ തരത്തിലുള്ള പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടു. അതേ തുടർന്നുകൊണ്ട് ശിവപ്രിയ ആശുപത്രിയിൽ വീണ്ടും തിരികെ ആശുപത്രിയിലേക്ക് വരികയാണ് ചെയ്തത്. ആശുപത്രിയിലേക്ക് തിരികെ വന്നതിന് ശേഷം അവിടെ വെച്ച് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അണുബാധയുണ്ടായിട്ടുണ്ട്. അസിനോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം ഈ പറയുന്ന ശിവപ്രിയയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതേ തുടർന്നുകൊണ്ട് ചികിത്സയിലിരിക്കെയാണ് ശിവപ്രിയ ഇന്ന് ഉച്ചയോടുകൂടി മരണപ്പെട്ടത്. അപ്പോൾ ഈ ശിവപ്രിയയ്ക്ക് ഈ അണുബാധയുണ്ടായ കാര്യം എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ കണ്ടെത്തിയില്ല? അതായത് പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചികിത്സകളോ ഒക്കെ നടക്കേണ്ടതാണ്. അത് നടത്താത്ത എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും കുടുംബം ഉന്നയിക്കുന്നത്. അതേ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ശിവപ്രിയ മരിച്ചതിന് പിന്നാലെ ശിവപ്രിയയുടെ 2 കുട്ടികളുമായിട്ട് ഭർത്താവും മറ്റ് അമ്മയും മറ്റ് നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ ആശുപത്രിക്ക് മുമ്പിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അല്പസമയത്തിനകം SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ഈ പറയുന്ന ശിവപ്രിയയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രതികരണത്തിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ഔദ്യോഗിക പ്രതികരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. നിലവിൽ എന്തായാലും BJP മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുന്നാണ് ഈ സംഭവത്തിൽ ശിവപ്രിയയുടെ മരണത്തിൽ നാട്ടുകാരും ശിവപ്രിയയുടെ കുടുംബാംഗങ്ങളും പ്രതിഷേധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സംഭവം അടിയന്തരമായിട്ട് അന്വേഷിക്കാനായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടീം രൂപീകരിച്ചുകൊണ്ട് അടിയന്തരമായി 2 ദിവസത്തിനകം എന്താണ് യുവതി മരിക്കാനിടയായ സാഹചര്യം, ആർക്കാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്, ഈ സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി 2 ദിവസത്തിനകം